ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഹായ്, ഐ എം ഷാഹില, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ റിവ്യൂ ആണ്. ക്രീം വന്നിട്ട് എഫ്റ്റ്യൂൺ ആണ് കേട്ടോ. ഇതൊരു നൈറ്റ് ക്രീമാണ്, ഒരു വൈറ്റനിങ് ക്രീമാണ്. അപ്പം ഇത് കുറച്ച് മുന്നേ ഒത്തിരി വൈറലായ പ്രൊഡക്റ്റാണ്. യൂട്യൂബ് തുറന്ന ഇതിൻ്റെ വീഡിയോസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ വന്നു, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വർഷം മുന്നേ എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത്, 2 മാസം മുന്നേ ഞാൻ എൻ്റെ നിക്കാഹിലേക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റായിരുന്നു ഈ ഒരു എഫ്റ്റ്യൂണിൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. 1 വീക്കിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി. സത്യം പറയാലോ, ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ചേഞ്ചസ് വരുത്തും കേട്ടോ. ഇതൊരു നൈറ്റ് ക്രീമാണ്. നൈറ്റിൽ യൂസ് ചെയ്യുക, അതായത് നൈറ്റിൽ കിടക്കുന്ന മുന്നേ കുറച്ചൊരു തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. രാവിലെ നോർമൽ നമ്മൾ വാഷ് ചെയ്ത് കളയുക. പല്ല് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും മുഖം കഴിക്കുമല്ലോ, അങ്ങനെ പോക്കിയാൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല ഫേസ് ബ്രൈറ്റായി. എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസ് മാറിയിട്ട് പിന്നെ ഇത് നിർത്തുന്നവരെ എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുത്തും കൊമ്മ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതൊക്കെ മാറി. ആക്നേസ് മാറി. നന്നായിട്ട് ഫേസ് ക്ലിയർ ആയി, നല്ല ബ്രൈറ്റായി. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു 1.5 മാസത്തോളം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത്, അങ്ങനെ യൂസ് ചെയ്ത് ആ നിക്കാഹിന് ഒരു 2.5 ആഴ്ചയൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫേസിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഫസ്റ്റൊക്കെ ഒരു കുഞ്ഞായിട്ട് എനിക്ക് തോന്നലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അത് കുറച്ച് വലുതാവാൻ തുടങ്ങി. ഒരു വൈറ്റ് പാച്ചസ് വരാൻ തുടങ്ങി. എൻ്റെ കവിളിലും വന്നു, താടിയിലും വന്നു. അങ്ങനെ ഞാൻ കൊണ്ടേ കാണിച്ചു. അപ്പോൾ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു. എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ചിന്തയെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അവിടുന്ന് ഡോക്ടറെ കാണിച്ചു. അവിടുന്ന് എനിക്കൊരു ഓയിൽമെൻറ്റ് തന്നു. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിക്കാകുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്ന് റെഡി ആയിട്ടോ. ആ പാച്ചസ് ഒക്കെ മാറി. കാരണം പാച്ചസ് നന്നായിട്ട് കാണൂല, പക്ഷേ നമ്മുടെ അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ആ പാച്ചസ് എടുത്ത് കാണിക്കും. വൈറ്റ് നമുക്ക് ഈ ചുണങ്ങൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അതാണെന്നാണ് കേട്ടോ. പക്ഷേ അങ്ങനെ കാണിച്ചു, ഓയിൽമെൻറ്റ് തേച്ചു, മാറി. ഈ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസ് നന്നായിട്ട് ഡാമേജ് ആയി. ഞാനിത് സ്റ്റോപ്പ് ചെയ്ത റിയാക്ഷൻ അപ്പോഴാണ് എനിക്ക് വന്ന് തുടങ്ങിയത്. എൻ്റെ ഫേസിൽ നിറച്ചും പിമ്പിൾസ് വരാൻ തുടങ്ങി, ആക്നേസ് വരാൻ തുടങ്ങി, സ്കിന്നൊന്ന് ഡള്ളായി. നന്നായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എൻ്റെ ഫേസിൽ വന്നു. ഞാനത് പതിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നാണ് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് എൻ്റെ ഫേസ് ഞാൻ റെഡിയാക്കി എടുത്തു. അപ്പോഴും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് വൈറ്റ് പാച്ചസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അങ്ങനെ വീണ്ടും 1 വർഷത്തിന് ശേഷം പിന്നെയും ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും എനിക്ക് അങ്ങനെ വൈറ്റ് പാച്ചസ് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പാച്ചസ് എനിക്ക് വരുന്നതെന്ന് ഫേസിൽ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഈ ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് റിസൾട്ടും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വീണ്ടും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടോ. പിന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് മുന്നേ എനിക്ക് കിട്ടിയ ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് ആ ഡോക്ടറെ കാണിച്ച് കിട്ടിയ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് അത് ക്ലിയർ ആക്കിന്. ആ വൈറ്റ് പാച്ചസ് ഒക്കെ എനിക്ക് പോയി. ഇനി ആ ക്രീം തേച്ചിട്ട് പോയതാണോ അല്ല ഇത് നിർത്തിയിട്ട് എൻ്റെ ഫേസ് റെഡി ആയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്രീം ഓയിൽമെൻറ്റ് എന്തായാലും ഫേസ് ക്ലിയർ ആയി. ഇത് സ്റ്റോപ്പ് ചെയ്തു, ആ ഓയിൽമെൻറ്റ് തേക്കുന്നുണ്ടായിരുന്നു, ക്ലിയർ ആയി ഫേസ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫേസ്. നല്ല ഡള്ളായി നിൽക്കുന്ന ഫേസായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അവളെ ഫേസിൽ അതിൻ്റെ വിസിബിൾ റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവളെ ഫേസിലും ഇതുപോലൊരു വൈറ്റ് പാച്ചസ് ഉണ്ടായിരുന്നു. ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു അത് അതിൻ്റെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അവൾ വീണ്ടും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഞാൻ കണ്ട് വൈറ്റ് പാച്ചസ് ഞാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം, പക്ഷേ അപ്പോൾ വന്നപ്പോൾ അവളെ ഫേസിൽ ആ ഒരു പാച്ചസ് ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ആ പാച്ചസ് ഉണ്ടാവില്ല എന്ന്. അതായത് ഞാനിത് പാച്ചസ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീം. എന്നിട്ട് ഞാൻ പോയി കാണിക്കുക ചെയ്തത്. അവളത് ആ 2 ആഴ്ച ഇത് കണ്ടിട്ട് 2 ആഴ്ച അവൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവണം അവളെ ഫേസിൽ വൈറ്റ് പാച്ചസ് ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ഞാനിത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഫേസിൽ ചെറുതായിട്ട് പാച്ചസ് വന്നു. പക്ഷെ ഞാൻ ആ പാച്ചസ് കാര്യമാക്കാതെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നോർമലി എൻ്റെ ഫേസ് റെഡിയായി. അതായത് ഇത് യൂസ് ചെയ്യുമ്പോൾ ആ വൈറ്റ് പാച്ചസ് ക്ലിയർ ആയി, അത് കാണുന്നില്ല. ആ വന്ന് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തോ ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്നറിയില്ല ആ ഒരു പാച്ചസ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ റെഡിയായി. അപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്കറിയില്ല, ഞാൻ ഈ പാച്ചസ് രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ ഇത് ക്രീം യൂസ് ചെയ്തുകൊണ്ടാണോ വീണ്ടും യൂസ് ചെയ്യാനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവളെ ഫേസിൽ അത് മാറിയത് കണ്ടപ്പോഴാണ് വീണ്ടും 3ാമത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല റിസൾട്ടുള്ള ക്രീമാണ്. നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. അതുപോലെ ഈ പാച്ചസ് വന്നാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, ഈ ക്രീം നിർത്തുമ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പണി കിട്ടണ്ടെന്നാണെങ്കിൽ നിങ്ങൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം. ബ്രൈറ്റനിങ് ക്രീം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. കാരണം ഞാൻ ഈ ക്രീം 2ാമത് യൂസ് ചെയ്ത് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്തത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫേസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ബ്രൈറ്റനിങ് ക്രീം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെതായ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്താൽ ഫേസിൽ നല്ല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ഈ ക്രീമിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇഷ്ടമാവും. പക്ഷേ എനിക്ക് ഈ ഒരു പാച്ചസിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ ആ ടെൻഷൻ മാറി. കാരണം ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആയി. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ഒരു 3ാമത്തെ തവണ കുറച്ച് ഈ ഒരു 2 മാസം മുന്നേ ഒക്കെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്രീമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.